ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 57ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും അവരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രീ നാരായണ ഗുരു, കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. എത്ര തവണ ഈ ചോദ്യം ചോദിച്ചെന്ന് PSCക്ക് പോലും അറിയില്ല. അത്ര തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ജനനം 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തി. ജന്മഗൃഹമാണെങ്കിൽ വയൽവാരം വീടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമാണ് വയൽവാരം വീട്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. സമാധിയായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 സെപ്റ്റംബർ 20. മലയാള മാസം 11 കന്നി 5 ശ്രീനാരായണ ഗുരു സമാധിയായത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20. മക്കളെ, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. ജനനം 1856 ഓഗസ്റ്റ് 20 എന്ന് തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനനവും അതേപോലെ തന്നെ എന്താണ് സമാധിയും അവധിയായി പ്രഖ്യാപിച്ച ഏക നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതാണ്. അതിന്റെ ഉത്തരം ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 അതേപോലെ തന്നെ സെപ്റ്റംബർ 20 സമാധി ദിനമായിട്ട് ആചരിച്ച കേരള നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ജന്മസ്ഥലം നമ്മൾ പറഞ്ഞു ചെമ്പഴന്തിയാണ്. ജന്മഗൃഹമാണ് വയൽവാരം വീട്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യയാണ് കാളിയമ്മ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നാണുവാശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. PSC എക്സാമുകളിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നാണുവാശാൻ? അപ്പോൾ നാണുവാശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ് നാണുവാശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ. അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടായിരുന്നു? കോടതികളിൽ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ശ്രീനാരായണ ഗുരു തന്നെയാണ്. നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. അപ്പോ ജനനവും അതേപോലെ തന്നെ മരണവും നമ്മൾ പറഞ്ഞു 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. അദ്ദേഹം സമാധിയായത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരു 1928 സെപ്റ്റംബർ 20 സമാധിയായി. പിറ്റേ ദിവസമാണ് അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്, സെപ്റ്റംബർ 21. അപ്പോൾ സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയായി. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തു? അത് മറന്നുപോയി എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അൾഷിമേഴ്സ് ദിനം എന്നാന്നുള്ളത് സെപ്റ്റംബർ 21. തലേ ദിവസമാണ് ആര് മരിച്ചത്?
ശ്രീനാരായണ ഗുരു മരിച്ചത് എന്ന് ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം സെറ്റാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുദേവി, കൊച്ചുമാത, കൊച്ചു, 3 സഹോദരിമാരാണ് അദ്ദേഹത്തിനുള്ളത്. അവരുടെ പേരാണ് കൊച്ചുദേവി, കൊച്ചുമാത, കൊച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1882 ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം നടന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു ആരാന്ന് ചോദിച്ചേക്കണ ചോദ്യമാണ് PSC. കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ അകത്ത് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫുൾ ആയിട്ടുള്ള പേരും നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് മൂത്തപിള്ള ആശാൻ എന്നാണ്, പക്ഷെ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു എന്നറിയപ്പെടുന്നത്. കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യയാണ് ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു കൊടുത്തത്. തൈക്കാട് അയ്യ ഗുരുവാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യ പരാജയപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികളാണ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യൻ എന്നിവരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ മറ്റ് ഗുരുക്കന്മാരെന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1887. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷമാണ് 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഈ ഒരു വർഷം ഒത്തിരി തവണ ചോദിച്ചതാണ്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1888 അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്നത്. അപ്പോ ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887 എന്നാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1888. അതേപോലെ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയിലെ ശങ്കരൻകുഴി എന്ന് തന്നെ ഓർത്തു വെച്ചോ. അപ്പോ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിലെ ശങ്കരൻകുഴിയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലമാണ് നെയ്യാറ്റിൻകരയിലെ ശങ്കരൻകുഴി. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നെയ്യാറ്റിൻകരയിലാണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇത് എവിടെയാണ് അദ്ദേഹം ഈ ഒരു സന്ദേശം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ വച്ചാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത്. എവിടെയാണ്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വച്ച്. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ഓക്കെ, അപ്പൊ ഓം സാഹോദര്യം സർവത എന്നതാണ് ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് പെരിയാറിന്റെ തീരത്താണ്. സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1924 സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്നത്. 1924. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് ടി സദാശിവ അയ്യരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോ ആലുവ അദ്വൈത ആശ്രമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. അപ്പോ
ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പറയുന്നത് ടി സദാശിവ അയ്യർ. ജസ്റ്റിസ് ടി സദാശിവ അയ്യര് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹമാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 ഓർത്തു വയ്ക്കുക. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഇനി അത് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്, ആലുവ അദ്വൈതാശ്രമം മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സന്ദേശമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത്. അത് എവിടെ വെച്ചാണ് ഈ സന്ദേശം അദ്ദേഹം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈത ആശ്രമത്തിൽ വച്ചാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം കാരമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വിളക്കമ്പലം കാരമുക്കാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളവൻകോട് ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല വെച്ചൂർ. കണ്ണാടി പ്രതിഷ്ഠ ഗുരു മുന്നോട്ട് വച്ച തത്വമായിരുന്നു അഹം ബ്രഹ്മാസ്മി. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓർത്തു വച്ചോ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാം. അതായത് നാണുവാശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതികളിൽ നിന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിമാരാണ് കൊച്ചുദേവി, കൊച്ചുമാത, കൊച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം നടന്ന വർഷം 1882. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ എന്ന് പറയുന്നത്. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയ്യ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികള്. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കന്മാരാണ് കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, അതേപോലെ തന്നെ തൈക്കാടയ്യ കൃഷ്ണൻ വൈദ്യൻ. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887 അരുവിപ്പുറം ക്ഷേത്രം 1887 പഠിച്ചു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ഇയർ ആണ്. അതേപോലെ തന്നെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് 1888. എവിടെ നിന്നാണ് ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തതെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകരയാണ്. ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വച്ചാണ്. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യമാണ് ഓം സാഹോദര്യം സർവദാ. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്നത് 1924. മക്കളെ ഒത്തിരി തവണ ചോദിച്ചതാണ്, ഓർത്തു വെച്ചോ. 1924 സർവമത സമ്മേളനം. ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം കാരമുക്ക്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവൻകോട്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല വെച്ചൂർ.
കണ്ണാടി പ്രതിഷ്ഠ ഗുരു മുന്നോട്ട് വെച്ചത് തത്വം എന്താണെന്ന് ചോദിച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ്. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീ കണ്ഠേശ്വര ക്ഷേത്രത്തിന് ആരായിരുന്നു തറക്കല്ലിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് SNDP എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് SNDP എന്നാണ് സ്ഥാപിതമായത് എന്നുള്ളത്. SNDP എന്നാ സ്ഥാപിതമായത്? 1903 മെയ് 15 SNDP യോഗം സ്ഥാപിതമായത്. SNDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആണ് എന്തെന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നതാണ് SNDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ SNDP എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ് 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ മക്കളെ? കൊല്ലത്താണ് SNDPയുടെ ആസ്ഥാനം, കൊല്ലം. SNDPയുടെ ആജീവന കാല അധ്യക്ഷനായിരുന്നു ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് ശ്രീ നാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് തലശ്ശേരി. 1927 ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്തത്. എവിടെയാ? തലശ്ശേരിയിലാണ് 1927. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മൂർക്കോത്ത് കുമാരനാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ പിള്ളത്തടം ഗുഹയാണ്, മരുത്താമല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? പിള്ളത്തടം ഗുഹയാണ്, മരുത്താമല. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷമാണ് 1926. അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീലങ്കയിലെ 2 പ്രാവശ്യമാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ചത്. ഒന്ന് 1918 2 1926 ഓർത്തു വയ്ക്കുക. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള വസ്തുതകൾ. അതായത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കി, സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹം ഫണ്ട് സ്വരൂപിച്ചു. അങ്ങനെ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ചു കൊടുത്ത ഫണ്ടും അതേപോലെ തന്നെ അദ്ദേഹം കൊടുത്തത് എത്ര രൂപയായിരുന്നു എന്ന് ചോദിച്ചാൽ 1000 രൂപയാണ് ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത സംഭാവന എന്ന് പറയുന്നത് 1000 രൂപയായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 5 രൂപ നാണയം എന്നാണെന്ന് ചോദിച്ചാൽ 2006 ഓർത്തു വയ്ക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 5 രൂപ നാണയം 2006 പുറത്തിറക്കിയത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച നമ്മുടെ റെനൈസൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ച മക്കളെ ആരാ? ജി ശങ്കരക്കുറുപ്പാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശോവാസ്യോ ഉപനിഷത്ത്, ഒടുവിലൊഴുക്കം. അപ്പോൾ ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈശോവാസ്യോ ഉപനിഷത്തും അതേപോലെ തന്നെ ഒടുവിലൊഴുക്കവുമാണ് വിവർത്തനം ചെയ്തത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബര അഷ്ടകം. അപ്പോൾ ഇത്രയും 4 എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ സംസ്കൃത രചനകളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ താഴെ പറയുന്നവരിൽ ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത രചനകളിൽ ഉൾപ്പെട്ടത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ ഓർത്തു വെച്ചോ, അദ്ദേഹത്തിന്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം,
ചിദംബരാഷ്ടകം. അദ്ദേഹം വിവർത്തനം ചെയ്ത 2 കൃതികളാണ് ഈശോവാസ്യോ ഉപനിഷത്തും ഒടുവിൽ ഒഴുക്കവും. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922 നവംബർ 22. ശിവഗിരിയിൽ വച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. 22 നവംബർ 22. അപ്പോൾ രണ്ടിലും 22 ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922 നവംബർ 22 ശിവഗിരിയിൽ വച്ചാണ്. ഓക്കെ. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു CF ആൻഡ്രൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചേക്കണത് ദീനബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് CF ആൻഡ്രൂസിനെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ദീനബന്ധു എന്ന പേരിലാണ് CF ആൻഡ്രൂസ്. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ദേശീയ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് ശ്രീ രാജഗോപാല ആചാരി. ഓക്കെ. അപ്പോൾ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ദേശീയ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സി രാജഗോപാല ആചാര്യാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് N കുമരൻ. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം അങ്ങനെ തന്നെ PSC ചോദിച്ചേക്കുന്നതാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് ശ്വേതവർണം, അല്ലെങ്കിൽ വെള്ള കളറിലുള്ള ഡ്രസ്സാണ് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം സമാധിയുടെ സമയത്ത് ഏത് ഡ്രസ്സാണ് ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ വെള്ളയാണ്, അല്ലാത്തപ്പോഴൊക്കെ കാവ്യ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് ശ്വേതവർണം, അതായത് വെള്ള കളറിലുള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറമാണ് മഞ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടകർക്ക് അതുകൊണ്ടാണ് എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഗുരു നിർദ്ദേശിച്ച വസ്ത്രമായിരുന്നു മഞ്ഞ. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യനും TK കിട്ടനുമാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യനും അതേപോലെ തന്നെ TK കിട്ടനുമാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലമാണ് ഇലവുംതിട്ട. പത്തനംതിട്ടയിലെ ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മൂലൂർ S പത്മനാഭ പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി ആരാ ചോദിച്ചാൽ മൂലൂർ S പത്മനാഭ പണിക്കരാണ്. ഓക്കെ. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷമാണ് 1925 ഒക്ടോബർ 17. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവലിംഗദാസ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാരായ മലയാളി സ്വാമിമാരാണ് രാമാനന്ദ സ്വാമി എന്ന് പറയുന്നത്. ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയായിരുന്നു പറന്നുപോയ ഹംസം. അപ്പോൾ പറന്നുപോയ ഹംസം എന്ന് പറയുന്ന ആ ഒരു കവിത എഴുതിയത് കുമാരനാശാനാണ്. ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് ആ ഒരു കവിത എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത് ശിവലിംഗദാസ സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ പറന്നുപോയ ഹംസം എന്ന് പറയുന്ന കവിത എഴുതിയത്. വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവർ മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയുമാണ്. അപ്പോൾ
വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവരാണ് മൂർക്കോത്തുകുമാരനും കൊച്ചിയത്ത് രാമുണ്ണി. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ശശി തരൂരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവാണ് ശശി തരൂർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ മഹാരാഷ്ട്ര എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ മഹാരാഷ്ട്ര. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ്, അത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റിക്കായലാണ്, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുമരകമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ബേസ് ആയിട്ട് ഒത്തിരി എക്സാമുകളിൽ ചോദിച്ച ചോദ്യമാട്ടോ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. അതേപോലെ തന്നെ ചോദിച്ചേക്കുന്നതാണ് ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കുമരകമാണെന്നുള്ളതും. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്കാണ്, തിരുവനന്തപുരം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൈതമുക്കാണ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. കാരണം നമുക്കറിയാം SNDPയുടെ ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് കൊല്ലത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് വിവേകോദയം എന്ന് പറയുന്നത്. SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നതാണ് വിവേകോദയം. SNDP നമുക്കറിയാം 1903 മെയ് 15 രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം SNDPയുടെ മുഖപത്രമായിട്ട് വന്നതാണ് 1904. പിറ്റേ വർഷമാണ് വിവേകോദയം സ്ഥാപിക്കുന്നത്. ആരംഭിച്ച വർഷം 1904. സ്ഥാപകൻ കുമാരനാശാൻ, സ്ഥാപക പത്രാധിപർ M ഗോവിന്ദൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. വിവേകോദയം പത്രത്തിന്റെ പത്രാധിപർ ആരാണ്? സ്ഥാപക പത്രാധിപർ ആരാന്ന് ചോദിച്ചാൽ M ഗോവിന്ദൻ. ആരാണ് സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് 1904. ഇത് എന്തിന്റെ മുഖപത്രമാണെന്ന് ചോദിച്ചാൽ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. PSC അങ്ങനെ തന്നെ ചോദിച്ചതാണ് ഒരിക്കൽ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം ഏതാണ്? വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായി SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയായിരുന്നു. അപ്പോൾ വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായിട്ടാണ് SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ആരംഭിച്ചത് 1904. സ്ഥാപകൻ കുമാരനാശാൻ, സ്ഥാപക പത്രാധിപർ M ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നു. ആരോടുള്ള ആദര സൂചകമായിട്ടാ? വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്ന് പറയുന്ന മുഖപത്രം പുറത്തിറക്കിയത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകളാണ് ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്, ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണോ ഈ ഒരു ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഓക്കെ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897 ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്. നമുക്കറിയാം ഈഴവ മെമ്മോറിയൽ 1896. പിറ്റേ വർഷമാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത് എന്നാ ചോദിച്ചാൽ 1914 ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചത്. 1914. 2014 100ാം വാർഷികം ആഘോഷിച്ച ഗുരുവിന്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ദൈവദശകമാണ്. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതാന്ന് ചോദിച്ചാൽ അത് നവമഞ്ചരിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്.
ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷമാണ് 1897. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ച വർഷമാണ് 1914. 2014 100-ാം വാർഷികം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഓക്കെ, അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതും ആര് തന്നെയാ? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് ഇങ്ങനെ പറഞ്ഞതും ആര് തന്നെയാ? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ജാതിമീമാംസ എന്ന കൃതിയിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ജാതിമീമാംസ എന്ന കൃതിയിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഗുരുദേവന്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരികൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിലാണ്. ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകന്മാരും തമ്മിൽ കണ്ടുമുട്ടിയത് അതേപോലെ തന്നെ എവിടെയാണെന്നുള്ളതും അതിന്റെ വർഷം ഏതാന്നുള്ളതും എപ്പോഴും 1 or 2 തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വച്ചോ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ വർഷം എന്നാണ് ചോദിച്ചാൽ 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ചട്ടമ്പി സ്വാമിയെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയത്. അടുത്തത് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം, അത് 1891 ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1891 കുമാരനാശാനെ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു. കായിക്കരയിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപു 1895 ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത്. അടുത്തത് ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത് 1914 അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയത്. അടുത്തത് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 1916. അപ്പോൾ ഈ 3 പേരെയും 2 വർഷം ഗ്യാപ്പിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അയ്യങ്കാളി 12, അതേപോലെ തന്നെ വാഗ്ഭടാനന്ദൻ 14, രമണ മഹർഷി 16. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് 16 ശ്രീനാരായണ ഗുരു ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതാണെങ്കിൽ 1925 ഓർത്തു വയ്ക്കുക. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 22, മഹാത്മാഗാന്ധി 25, 12 ആരാണ്? അയ്യങ്കാളി, 14 വാഗ്ഭടാനന്ദൻ, 16 രമണ മഹർഷി. ഇനി 1895 ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപു ആണെന്നുള്ളതും 1891 എവിടെ വെച്ച് കുമാരനാശാനെ കായിക്കരയിൽ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സമയത്താണ് നമ്മുടെ എന്ത് നടക്കുന്നത്, മലയാളി മെമ്മോറിയൽ 1891. അപ്പോൾ കുമാരനാശാൻ ആ ഒരു സമയത്താണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്ന് ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ 896. അപ്പോൾ 895 ബാംഗ്ലൂരിൽ വെച്ച് പൽപു പോയൊരു വർഷം. ഇനി 12, 14, 16 നമ്മൾ പറഞ്ഞു അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, രമണ മഹർഷി. 22 ആര്? രവീന്ദ്രനാഥ ടാഗോർ. 25 ആരാന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സിനിമകളിലൂടെയും അതേപോലെ കൃതികളും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യത്തെ സിനിമയായിരുന്നു ശ്രീനാരായണ ഗുരു. P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു.
ഗുരു എന്ന നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ. ചോദിച്ച ചോദ്യമാണ്. ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. അപ്പോൾ ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. നാരായണം എന്ന നോവൽ രചിച്ചത്, നാരായണീയം എന്ന നോവൽ രചിച്ചതാണ് കേട്ടോ പെരുമ്പടവം ശ്രീധരനാണ്. നാരായണീയം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ്. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ ആഘാതമാക്കിയ ഒരു ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പനാണ്. ഗുരു എന്ന കൃതി കെ പി അപ്പൻ. നാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ അത് തലൈവാസൽ വിജയ് ആണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന സിനിമയില്, യുഗപുരുഷൻ എന്ന സിനിമയില് ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടനാണ് തലൈവാസൽ വിജയ്. അതേപോലെ തന്നെ 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ് ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ് ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ബോധാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ശ്രീ ബോധാനന്ദ സ്വാമി. ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏണസ്റ്റ് ക്രിക്കാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് ആനന്ദ ഷേണായി എന്ന പേരിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനായിട്ടുള്ള ആനന്ദ തീർത്ഥൻ അറിയപ്പെടുന്നത് ആനന്ദ ഷേണായി എന്ന പേരിലാണ്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരു ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള നടരാജ ഗുരു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരു ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകൻ. ഇനി നമുക്ക് കുറച്ച് വചനങ്ങൾ നോക്കാം. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടാഗോർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റാരുമില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞത് CF ആൻഡ്രൂസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞത് CF ആൻഡ്രൂസ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവത്തിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവത്തിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം 9 മണിക്ക് തന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷനാണ് ക്വസ്റ്റ്യൻ ബോർഡിൽ ഉണ്ടാകുന്നത്. അതിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ PDF നോട്ട് ഞാൻ ഉറപ്പായും ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ ചോദിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജനനം 1856 ഓഗസ്റ്റ് 20. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസിന്
ഏതാണോ വർഷം, ഏതാണോ മാസം, ഏതാണോ ദിവസം, ഇത് മൂന്നും ചോദിക്കും. അപ്പോൾ ഓർത്തു വച്ചോ. കാരണം ജനനവും മരണവും എന്താണ് അവധിയായി പ്രഖ്യാപിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെ ജനനവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ സമാധിയും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. 1856 ഓഗസ്റ്റ് 20 ജനിച്ചു. 1928 സെപ്റ്റംബർ 20 അദ്ദേഹം എന്ത് ചെയ്തു? സമാധിയാവുകയും ചെയ്തു. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി, ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി, അതേപോലെ തന്നെ നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ശ്രീനാരായണ ഗുരുവാണ്. ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ തന്നെയാണ്. വിവാഹം നടന്നത് 1882 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുക്കളാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാടയ്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. 88 അദ്ദേഹം എന്ത് ചെയ്തു? നിലവിൽ പ്രതിഷ്ഠ നടത്തി. അതേപോലെ തന്നെ എവിടെ നിന്നുള്ള കല്ലാണ് വിഗ്രഹമായി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിലെ ശങ്കരൻകുഴി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. ഓം സാഹോദര്യം സർവദ എന്നതാണ് അദ്വൈത ആശ്രമം മുന്നോട്ടേക്ക് വെക്കുന്ന ആപ്തവാക്യം. അതേപോലെ തന്നെ നമുക്കറിയാം എവിടെയാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ? കളവൻകോട് ക്ഷേത്രം. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല വെച്ചൂര്, അതും ഓർത്തു വയ്ക്കുക. SNDP 1903 മെയ് 15 കൊല്ലത്താണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 150ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 2006 5 രൂപ നാണയം പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ വിവർത്തനം ചെയ്തത് ഈശോവാസ്യോപനിഷത്തും ഒടുവിലുടക്കം. അതേപോലെ ഗുരുവിന്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം, ചിദംബരാഷ്ടകം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചത് 25 മാർച്ച് 12. വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിച്ചേക്കണ ചോദ്യമാണ്. അതേപോലെ തന്നെ നിലവില് എന്താണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബോട്ട് റേസാണ് കുമരകം ജയന്തി ബോട്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയാണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. വിവേകോദയം 1904 SNDPയുടെ മുഖപത്രം. പ്രധാന രചനകൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആദ്യ രചനയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രശസ്തമായ വചനങ്ങൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി 1882. PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ് ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. യുഗപുരുഷനാണെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു. അതേപോലെ തന്നെ അഭിനയിച്ചത് നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേവാസൽ വിജയ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. വചനങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധന്മാരായി മറ്റാരുമില്ല എന്ന് പറഞ്ഞത് ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേരള നവോത്ഥാനത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാർ, അവരുടെ സംഭാവനകൾ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേരള ഭരണ സംവിധാനം, അങ്ങനെയുള്ള ഓരോ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് 100% ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ് ഓരോ ക്ലാസ്, PDF നോട്ട്, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ 100% ആത്മാർത്ഥതയോടുകൂടി പോയി കഴിഞ്ഞാൽ വരുന്ന എല്ലാ എക്സാമുകളിലും ആദ്യത്തെ റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ PYQ ഡിസ്കഷൻ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്നതായിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ ടെലഗ്രാമിലേക്ക് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.